ഇതെന്താണെന്നറിയോ? ആണ് ഭാരതപ്പുഴ. അപ്പുറത്ത് കുംഭമേള നടക്കുന്ന സ്ഥലം, നിള ആരതി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തേക്ക് പോകാനുള്ള പാലമാണത്. ആ പാലത്തിലൂടെ ഇപ്പൊ അങ്ങോട്ടൊക്കെ കടത്തി വിടുന്നില്ല, ഫുള്ളായി. അവിടെയുള്ള ആളുകൾ ഇങ്ങോട്ടൊക്കെ കടത്തി വിടുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പുറത്ത് ആ നീള ആരതിക്ക് സമീപത്തായിട്ട് കുറേ ആളുകളുണ്ട്. ശരിക്കും ഒരു കാശി പോലെ, ഒരു മിനി കാശി പോലെ ആയി. ഇപ്പൊ വെള്ളത്തിലാണ് ആളുകളെല്ലാം നിൽക്കുന്നല്ലേ. നോക്കിയേ, അവിടെ സ്നാനം ചെയ്ത ആളുകൾ പോകുന്നുണ്ട്. ഇപ്പുറത്തെ ഭാഗത്തും ഉണ്ട്. ഈ മുന്നിൽ കാണുന്ന ഗ്രില്ല് ഇതിപ്പുറ ഭാഗമാണ്, തിരുനാവായ അമ്പലത്തിന്റെ ഭാഗമാണ്. ഇത് വെള്ളത്തിനപ്പുറമാണ് പിന്നെ ഈ നിളാരതി നടക്കുന്നത്. പിന്നെ അതിലൂടെ അങ്ങനെ നടന്നാൽ തവനൂരെത്തും. അവിടെ 2 ക്ഷേത്രമുണ്ട്. ഈ 3 ക്ഷേത്രം കൂടുന്ന സ്ഥലത്താണ് ഈ കുംഭമേള നടക്കുന്നത്. ലൈറ്റിന്റെ ഒരു ഇത് കാരണം അത്ര ക്ലാരിറ്റി ഇല്ല. പിന്നെ ഇതേപോലെ അപ്പുറത്ത് ഇങ്ങനെ നടന്ന ഏകദേശം നല്ല വീതിയുണ്ട് ഇവിടെ ഭാരതപ്പുഴക്ക്. ഏകദേശം 1 കിലോമീറ്ററിന് മേലെ അല്ലെങ്കിൽ 1.5 കിലോമീറ്ററോളം വീതിയുണ്ട്. അപ്പൊ ഇതിപ്പോ താൽക്കാലികം ഉണ്ടാക്കിയ പാലാന്നേ, അത് പിന്നെ എടുത്തു മാറ്റും. പക്ഷെ അല്ലാതെ അക്കരെ കടക്കാൻ പാലമില്ല. പക്ഷെ വെള്ളം കുറഞ്ഞ സ്ഥലത്തൂടി അങ്ങോട്ട് നമുക്ക് നടന്നു പോവാം. നടന്ന് കുറേ മടുക്കും അപ്പുറത്താന്, കാരണം കുറേ ദൂരമുണ്ട് അപ്പുറത്താൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ചെറിയ തരത്തിലുള്ള നീള ആരതിയും പിന്നെ ഇതുപോലെ ഭക്തജന തിരക്കും എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്, ഈ ഗ്രില്ല് കാണുന്നത് ഇവിടെ തിരുനാവായ ബലിയിടുന്ന സ്ഥലമാണ്. സ്റ്റെപ്പാണ് ഇവിടെ കുറേ ആളുകൾ ബലിയിടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മഴക്കാലത്ത് വെള്ളപ്പൊക്കം വരും. നല്ല വെള്ളപ്പൊക്കം പറഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൽ ആളുകൾ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഗ്രില്ലാണ് ഇപ്പുറത്തെ. അപ്പോൾ ഇത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ചേ എടുക്കാൻ പറ്റിയിട്ടു. ഇത് ഇങ്ങനെ പോയി അപ്പുറം വരെയുണ്ട്, തിരുനാവായ ക്ഷേത്രം വരെയുണ്ട്. ഇതിപ്പോൾ ആളുകൾ കാണാൻ വേണ്ടി വന്നതാണ്. എന്തായാലും അക്കരക്ക് കടക്കാൻ ഇപ്പം പറ്റുന്നില്ല, കാരണം ഒരുപാട് ആളുകൾ തിരക്കുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്ത് ഇത് കാണാം. പിന്നെ TV-യിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പുറം ഉണ്ടാ. എന്നാൽ ഈ നിളാരതി കഴിഞ്ഞ ശേഷം ഇവിടെയുള്ള ആളുകളെല്ലാം കാലിയാവും. പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പം ഈ വൈകുന്നേര സമയത്താണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. നിളാരതി ഏകദേശം പൂർത്തിയാവാറായി. ആളുകൾ മെല്ലെ മെല്ലെ മടങ്ങുന്നുണ്ട്. ഒരു 8:30 മണിയോടുകൂടി ഇവിടെയുള്ള മൊത്തം ആളുകൾ കാലിയാവും. ഈ കാണുന്ന ഈ വെള്ളത്തിൻ്റെ ഈ കറുപ്പ് കാണുന്ന ഈ ഭാഗത്ത് മൊത്തം ആളുകളാണ്. ഇപ്പോൾ ദൂരെയുള്ളത് ലൈറ്റ് വൃത്തിയില്ലാത്തതുകൊണ്ട് ആളുകളെ കാണുന്നില്ല. ഒരു മിനി കാശി അല്ലെങ്കിൽ വാരണാസിയിലെല്ലാം കണ്ട പോലെ ഒരു ഗംഗാ നദിക്കറിലൊക്കെ കാണുന്നുണ്ടല്ലോ ഇതുപോലെ, അതുപോലെയാണ് ഇവിടെയും കാണുന്നത്. ഓക്കെ.